നമസ്കാരം. മിസ്റാവ് ലക്ഷദ്വീപിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവെക്കാനായി എത്തിയിരിക്കുന്നത് ലക്ഷദ്വീപിലെ തന്നെ പ്രഗത്ഭനായ ചരിത്രകാരൻ കെ ബാഹിർ അവറുകളാണ്. നമുക്ക് അദ്ദേഹത്തെ ആദ്യമായി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ഞാൻ താങ്കളെ പരിചയപ്പെടുത്തുന്നതിലും കൂടുതൽ താങ്കൾ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലത് നമ്മുടെ പ്രേക്ഷകർക്ക്. അപ്പോൾ താങ്കളുടെ ഒരു ഈ സാഹിത്യ മേഖലയിലെ കടന്നുവരവും അതുമായിട്ട് താങ്കളുടെ പ്രസിദ്ധീകരണങ്ങളും താങ്കളുടെ പ്രവർത്തന മേഖലകളും പിന്നെ നമ്മുടെ മുൻമറഞ്ഞു പോയ ചമയം ഹാജ ഹുസൈനുമായിട്ടുള്ള താങ്കളുടെ ബന്ധവും അതൊന്ന് താങ്കൾ തന്നെ പരിചയപ്പെടുത്തുന്നു. ഞാൻ കെ ബാഹിർ, ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിലാണ് ജനനം. ഞാൻ 11 പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിട്ടുള്ള ആൾ ഞാനാണ്. അത് ലക്ഷദ്വീപിലെ പൊതുസമൂഹത്തിന് അറിയുമെന്ന് എനിക്കറിയില്ല. ഒരു ജീവചരിത്രം, ലക്ഷദ്വീപിലെ നാടൻ പാട്ടുകളുമായി ബന്ധപ്പെട്ട 2 പുസ്തകങ്ങൾ, 3 യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഉള്ള 11 പുസ്തകങ്ങളാണ്. എൻ്റെ ഇഷ്ടവിഷയം തന്നെ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എഴുതുക, അതിനെപ്പറ്റിയുള്ള കിട്ടാവുന്ന കാര്യങ്ങൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് പുസ്തകരചന, ഒരു സാഹിത്യരചനയുടെ പിന്നിലുള്ളത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പ്രീ ഡിഗ്രി വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം അങ്ങനെ കുറേ കാലം രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു സർക്കാർ ജോലി സ്വീകരിച്ചു. ഞാൻ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നു ജോലി ചെയ്തിരുന്നത്. 2020 അവിടുന്ന് വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി പിരിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായി സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ട് മാത്രം പ്രവർത്തിച്ചു വരികയാണ്. ഹാജ ഹുസൈനെ പറ്റി പറയുമ്പോൾ ഞാനും ഹാജ ഹുസൈനും വളരെ ചെറിയ ക്ലാസ് തൊട്ട് ഒന്നിച്ച് പഠിച്ച് വളർന്നവരാണ്. അന്നു മുതൽ തന്നെ ഹാജ ഹുസൈൻ്റെ മനസ്സിലുള്ള താല്പര്യങ്ങളും ഹാജ ഹുസൈൻ ഞാനുമായിട്ട് പങ്കുവെക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം പല കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പൊതു രംഗത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങിയ ശേഷം ഹാജ ഹുസൈന് ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഒരു കാര്യത്തിന് വേണ്ടി ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു അധികാരിയെ സമീപിക്കുമ്പോൾ അത് ആവുകയില്ല, അത് ശരിയാകുക എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് ശരിയാകുക എന്നുള്ളൊരു ചോദ്യം തിരിച്ച് ചോദിക്കുന്ന ഒരേ ഒരു വ്യക്തിയെ ഞാൻ ലക്ഷദ്വീപിൽ കണ്ടിട്ടുള്ളൂ. അത് ഹാജ ഹുസൈൻ മാത്രമാണ്. ഒരു കപ്പലിൻ്റെ പ്രോഗ്രാം, അത് കിൽത്താനിലേക്ക് കപ്പൽ പ്രോഗ്രാം ഇടാൻ കഴിയില്ല, എന്തുകൊണ്ട് ഇടാൻ കഴിയില്ല എന്ന് തിരിച്ചപ്പം തന്നെ ചോദിക്കുന്ന ഒരേ ഒരാൾ ഹാജ ഹുസൈൻ. ഹാജ ഹുസൈൻ ഏത് സമയത്തും ഹാജ ഹുസൈൻ ഒരു കർമ്മനിരതനാണ്. ഹാജ ഹുസൈൻ അതിനകത്ത് രാവെന്നോ പകലെന്നോ വേർതിരിവില്ലാതെ ഏത് സമയത്തും ഹാജ ഹുസൈൻ ജനങ്ങളുടെ പ്രശ്നത്തിന് പിന്നാലെ പോകാൻ എപ്പോഴും തയ്യാറാണ്. ഇങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് ഹാജ ഹുസൈൻ വിശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഹാജ ഹുസൈൻ എപ്പോഴും ഇതിൻ്റെ പിന്നാലെ പോയി അതിന് വ്യക്തിപരമായി അതിനകത്ത് യാതൊരു ലാഭമോ നഷ്ടമോ ഒന്നും പരിഗണിക്കാതെയാണ്. ഹാജ ഹുസൈൻ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം പോരാടുവാൻ ഹാജ ഹുസൈൻ ഏറ്റവും മുമ്പിലുണ്ടാകുമായിരുന്നു എന്നത് ഉറപ്പാണ്. അത് നമുക്ക് ഹാജ ഹുസൈൻ്റെ ഉപയോഗം അത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. ലക്ഷദ്വീപ് വിഷയങ്ങളിലാണ് ഹാജ ഹുസൈനും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മാക്സിമം കിട്ടാവുന്ന കാര്യങ്ങളെല്ലാം തേടി പിടിക്കുകയും അതിനുവേണ്ടി എവിടെ വേണമെങ്കിലും യാത്ര ചെയ്ത് പോവുകയും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വരികയും ഒരുപാട് പുസ്തകങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഹാജ ഹുസൈൻ എഴുതിയിട്ടുണ്ട്. ഹാജ ഹുസൈനും എനിക്കും ഇസ്മത്ത് ഹുസൈനും എല്ലാം പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ഓരോ വർഷം സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പുസ്തകത്തിന്, ഞങ്ങൾക്കെല്ലാ പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും സാഹിത്യ രംഗത്തുമെല്ലാം ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഹാജ ഹുസൈൻ. താങ്കളുടെ ഈ ലക്ഷദ്വീപ് സാഹിത്യമാണ് നമ്മുടെ വിഷയം. താങ്കൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചൊരു വ്യക്തി കൂടിയാണ്. അഹമ്മദ് നക്ഷബന്ദി പോലെയുള്ള ഒരുപാട് പ്രസിദ്ധി ആർജിച്ച ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷദ്വീപ് സാഹിത്യത്തിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? ലക്ഷദ്വീപ് സാഹിത്യ മേഖലയിൽ തന്നെ ഒരുപാട് പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഈ ലക്ഷദ്വീപ് സാഹിത്യ മേഖലയെക്കുറിച്ച് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്, താങ്കൾ ഏത് രീതിയിലാണ് ലക്ഷദ്വീപിലെ സാഹിത്യ മേഖലയെ നോക്കിക്കാണുന്നത്? ഈ സാഹിത്യ മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാഹിത്യത്തിന് അല്ലെങ്കിൽ എഴുത്തിനും വായനക്കും വലിയ വേരോട്ടമില്ലാത്ത ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. അതിന് ഉള്ള കാരണമായിട്ട് തോന്നുന്നത് ഒരു വായനാ സംസ്കാരം ദ്വീപിൽ കുറവായതാണ് കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ പുസ്തകങ്ങളുടെ ലഭ്യത, പ്രസിദ്ധീകരണശാലകളുടെയോ പുസ്തക വിൽപ്പന കേന്ദ്രങ്ങളുടെയോ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തതും അതിനൊരു കാരണമാണ്. അതുകൊണ്ടാണ് ലക്ഷദ്വീപിലെ സാഹിത്യ മേഖല പരിപോഷിക്കാതെ
ഇന്നും തുടർന്നു പോകുന്നത്. എനിക്ക് തോന്നുന്നത് 1936 ആദ്യമായി ഒരു മലയാള പുസ്തകം ലക്ഷദ്വീപിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അത് തന്നെ ആദ്യമായി ലക്ഷദ്വീപിൽ നിന്നും മെട്രിക്കുലേഷൻ വിദ്യാഭ്യാസം നേടിയ ഒരു അധ്യാപകൻ മലയാള പൊതുസമൂഹത്തിന് വേണ്ടി ലക്ഷദ്വീപിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട ലക്ഷദ്വീപ് ചരിത്രം എന്ന പുസ്തകമായിരുന്നു അങ്ങനെ ആദ്യമായി ഇവിടെ നിന്നും ഉണ്ടായത്. അതിനുശേഷം പിന്നെയും എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് PI പൂക്കോയയുടെ ദ്വീപോൽപ്പത്തി എന്ന പേരുള്ള ലക്ഷദ്വീപ് ചരിത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആദ്യത്തെ പുസ്തകം എഴുതിയത് PI കോയക്കിടാവ് കോയ എന്ന കവരത്തിദ്വീപ് സ്വദേശിയായ അധ്യാപകനായിരുന്നു. ഇവർ രണ്ടുപേരും ലക്ഷദ്വീപിനേക്കാളും കോഴിക്കോട് കേന്ദ്രീകൃതമായി പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തികളായിരുന്നു. ആ മലയാള പൊതുസമൂഹമായിട്ടുള്ള അവരുടെ സംസർഗമായിരിക്കാം അങ്ങനെ ഒരു ഗ്രന്ഥരചനയിലേക്ക് അവരെ നയിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മെല്ലെ മെല്ലെ എങ്കിലും ഓരോ പുസ്തകങ്ങൾ ഇറങ്ങിത്തുടങ്ങിയത്. അങ്ങനെ ലക്ഷദ്വീപിൻ്റെ സാഹിത്യ ചരിത്രത്തിലേക്ക് അതല്ലെങ്കിൽ അതിൻ്റെ രൂപപരിണാമ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ ലക്ഷദ്വീപിലെ സാഹിത്യ മേഖലയുടെ പുരോഗമനം മന്ദമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഈ സാഹിത്യരംഗത്തെ പരിപോഷിപ്പിക്കുന്നതിന് ആവശ്യമായ ഒരു സാഹചര്യവും ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. സർക്കാരിൻ്റെ ഭാഗത്തോ മറ്റേതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നോ അതിന് അനുകൂലമായ ഒരു സാഹചര്യവും ഇന്നോളം ഉണ്ടായിട്ടില്ല. ലക്ഷദ്വീപിലെ സാഹിത്യകാരന്മാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് 1984 കാലഘട്ടത്തിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഉമേഷ് സേഗാൾ, അദ്ദേഹം ലക്ഷദ്വീപിൻ്റെ ഒരു സമഗ്ര വികസനത്തിന് നാന്ദി കുറിച്ച ഒരു വ്യക്തിയായിരുന്നു. ഒരുപാട് പുരോഗമനപരമായ കാഴ്ചപ്പാടുകളുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ആവിഷ്കരിച്ച ഒരു പദ്ധതിയായിരുന്നു ലക്ഷദ്വീപ് സാഹിത്യകലാ അക്കാദമി. അതിൻ്റെ ആരംഭകാലത്ത് വളരെ നല്ല പ്രവർത്തനങ്ങളുമായിരുന്നു ആ മേഖലയിൽ അവർ നടത്തിയിരുന്നത്. അന്ന് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ വളരെ പ്രഗത്ഭന്മാരായ അധ്യാപകന്മാരും പല വ്യക്തികളും ഉണ്ടായിരുന്നു. സാഹിത്യകലാ അക്കാദമിയുടെ ആരംഭകാലത്ത് അതിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നത് അന്നത്തെ ജെയിൻ കോളേജ് പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ S. ഭാസ്കരൻ നായരായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ആ സ്ഥാനം ഏറ്റെടുത്തത് P. സതികുമാരൻ നായരായിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളൊക്കെ കൈകാര്യം ചെയ്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പ്രാവർത്തികമാക്കിയ ആ പ്രസ്ഥാനം ഇന്ന് യാതൊരുവിധ ശ്രദ്ധയും ലഭിക്കാത്ത കേവലം പേരിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ വിലയിരുത്തുമ്പോൾ ദ്വീപിലെ സാഹിത്യ മേഖലയ്ക്ക് പുഷ്ടിപ്പെടുവാനുള്ള ഒരു സാഹചര്യവും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയുവാൻ. ഇപ്പോൾ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രോത്സാഹനം ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരു ഗ്രന്ഥങ്ങൾ രചിക്കുന്നു, ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കലാ അക്കാദമി പോലെയുള്ള ഇവരൊന്നും ഇത് ഏറ്റെടുക്കാറില്ല. പുസ്തകം എഴുതുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ ഏറ്റെടുക്കുകയോ അതിന് അനുകൂലമായ മറ്റേതെങ്കിലും നടപടി സ്വീകരിക്കുകയോ ചെയ്യുവാൻ സാഹിത്യകലാ അക്കാദമിയോ ലക്ഷദ്വീപ് ഗവൺമെൻറ്റോ ഇന്നോളം തയ്യാറായിട്ടില്ല. പിന്നെ എന്തിനാണ് അത്തരം ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിലനിർത്തുന്നത്? സാഹിത്യം പരിപോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ ആ ഒരു. ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയെങ്കിലും പിന്നീട് അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ കഴിവുകേടും അവരുടെ മാനസികമായ മറ്റു പല പ്രശ്നങ്ങളുമാണ് അത്തരം പ്രസ്ഥാനങ്ങളെ നാശത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനം എക്സ് ഓഫീഷ്യോ പോസ്റ്റായിട്ടാണ് സാധാരണ അത് കൈകാര്യം ചെയ്യുന്നത്. അത് ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരാളെ അതിൻ്റെ ഒരു അഡീഷണൽ ചുമതല കൊടുത്ത് നിയമിക്കും. അങ്ങനെ നിയമിക്കപ്പെടുന്ന വ്യക്തികൾക്ക് സാഹിത്യവുമായോ കലയുമായോ യാതൊരു ബന്ധമോ താല്പര്യമോ ഇല്ലാത്ത ആളുകളായിരിക്കും. അവർ ചുമതല വഹിക്കുന്ന കാലത്തോളം അതിൻ്റെ യാതൊരു പ്രവർത്തനങ്ങളും അവർ ശ്രദ്ധിക്കാറില്ല, അതിന് താല്പര്യം കാണിക്കാറില്ല. അങ്ങനെ നിരന്തരമായ താല്പര്യക്കുറവ് കൊണ്ടാണ് ആ പ്രസ്ഥാനം നശിച്ചു പോകാൻ കാരണം. അതെ, നമ്മൾ നോക്കുമ്പോൾ ലക്ഷദ്വീപ് കലാ അക്കാദമിയിൽ ജോലി ചെയ്തു വരുന്ന ഉന്നത തസ്തികയിലുള്ളവർക്ക് സാഹിത്യവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്തവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്ത് സാഹിത്യം? അവര് ഒരു ജോലിക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിൽ തന്നെ ഇപ്പൊ നിങ്ങളെ പോലെയുള്ള പ്രഗത്ഭരായ ഒത്തിരി എഴുത്തുകാരുണ്ട്, ഒത്തിരി ചരിത്രകാരന്മാരുണ്ട്. അവരെ എന്തുകൊണ്ട് ഈ കലാ അക്കാദമി പോലെയുള്ള ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നില്ല ഇത്രയും കാലമായി? അക്കാദമിയുടെ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ അധ്യക്ഷൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം. പിന്നെ അദ്ദേഹം നിയമിക്കുന്ന ആളുകളാണ് അതിൻ്റെ മറ്റു ഭാരവാഹികളായി വരുന്നത്. അത് അങ്ങനെയാണ് അതിൻ്റെ ഭരണഘടന അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മാറി മാറി വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ അവരുടെ താല്പര്യപ്രകാരം
അവർ കൂടുതൽ കാലവും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ അഡ്മിനിസ്ട്രേറ്ററുടെ ആയി വർക്ക് ചെയ്യുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരെയാണ് IAS ഓഫീസർമാർ അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള ഡാനിക് ഓഫീസർമാർ അവരെയൊക്കെ ഇതിൻ്റെ അക്കാഡമിയുടെ നിർവാഹക സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്യും. അവർ ദ്വീപിനെക്കുറിച്ചോ ദ്വീപിൻ്റെ കൾച്ചറിനെ കുറിച്ചോ ദ്വീപിൻ്റെ സാഹിത്യത്തെക്കുറിച്ചോ യാതൊരു അറിവോ ബോധമോ ഇല്ലാത്ത ആളുകളായിരിക്കും. അവർ ചടങ്ങ് തീർക്കൽ പോലെ അതിൻ്റെ മീറ്റിങ്ങിന് വരും, എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ പങ്കെടുക്കും എന്നതിൽ കവിഞ്ഞ് മറ്റൊരുവിധ കോൺട്രിബ്യൂഷനും അവർക്ക് ആ മേഖലയിൽ ചെയ്യുവാൻ സാധിക്കാത്തവരായിട്ടാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇപ്പോൾ ലക്ഷദ്വീപിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച പലരുമുണ്ട്. അപ്പൊ അവരിൽ നിന്ന് ഈ ഭരണകൂടത്തിൽ നിന്ന് അംഗീകാരങ്ങൾ ലഭിച്ച, ഔദ്യോഗികമായിട്ട് അംഗീകാരങ്ങളും ലഭിച്ച പ്രഗത്ഭരായ എഴുത്തുകാരെ കുറിച്ച് ലക്ഷദ്വീപ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള വലിയ അംഗീകാരങ്ങളൊന്നും ഇവിടുത്തെ എഴുത്തുകാർക്ക് നൽകിയിട്ടില്ല എന്ന് വേണം പറയുവാൻ. കുറേ വർഷം തുടർച്ചയായി നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾക്ക് റിപ്പബ്ലിക് ഡേയിൽ ഓരോ അവാർഡുകൾ കൊടുത്തു വന്നിരുന്നു. അതൊരു 4-5 വർഷക്കാലം അത് കണ്ടിന്യൂസ് നടന്നിരുന്നുവെങ്കിലും പിന്നീട് അത് നിലച്ചുപോയി. അതിൽ കവിഞ്ഞ മറ്റൊരു അംഗീകാരവും ദ്വീപിലെ എഴുത്തുകാർക്ക് ലക്ഷദ്വീപ് ഗവൺമെന്റ് ഇന്നോളം നൽകിയിട്ടില്ല. ലക്ഷദ്വീപ് സാഹിത്യകലാ അക്കാദമിയുടെ ആരംഭകാലത്ത് 1-2 നാടൻ കലകളുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾക്ക് ഈ സംഗീത നാടക അക്കാദമി പോലെയുള്ള ചില ഏജൻസികളുടെ ചില പുരസ്കാരങ്ങൾ ലഭ്യമാക്കുവാൻ അന്നത്തെ ഭരണാധികാരികൾ ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായി കടമത്തെ ദ്വീപിലെ സക്കരിയ എന്ന് പറയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു നാടൻ കലാഗുരുക്കൾക്ക് അങ്ങനെ ഒരു സംഗീത നാടക അക്കാദമിയുടെ ഒരു അവാർഡൊക്കെ കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഈ അടുത്ത കാലത്ത് ആന്ത്രോത്ത് ദ്വീപിൽ നിന്നും ഫോൾക്ക് ഡാൻസുമായി ബന്ധപ്പെട്ട 2 വ്യക്തികൾക്ക് ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് ആന്ത്രോത്ത് ദ്വീപിലെ 2 നാടൻ കലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 2 വ്യക്തികൾക്ക് ചില ദേശീയ അവാർഡുകൾ ലഭിച്ചതായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിന് തന്നെ അത് അങ്ങനെ 2 പേരെ പരിഗണിക്കുമ്പോൾ മറ്റു ദ്വീപുകളിലെ കലാകാരന്മാരെ പാടെ അവഗണിച്ച പോലെയാണ് ആ സെലക്ഷൻ നടന്നിരിക്കുന്നത്. ഇപ്പൊ ലക്ഷദ്വീപിന് സ്വന്തമായിട്ട് കലാരൂപങ്ങളുണ്ട്. അത് എവിടെ നിന്നാണ് അതിന്റെ ഉത്ഭവം? ഏതാണ് ആ കലാരൂപം എന്ന് പറയാമോ? ഇപ്പൊ ലക്ഷദ്വീപിലെ നാടൻ കലാരൂപങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്തി നമ്മൾ പരിഗണിക്കുന്നത് കോൽക്കളി, പരിചയക്കളി, ആട്ടം, ഉലക്കമുട്ട്, ദോലിപ്പാട്ട് ഇങ്ങനെയുള്ള കലാരൂപങ്ങളെയാണ് ലക്ഷദ്വീപിൻ്റെ നാടൻ കലാരൂപങ്ങളായി നമ്മൾ പറയപ്പെടുന്നത്. ഇത് ലക്ഷദ്വീപിന് പുറത്ത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും മറ്റ് വിവിധ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും കോൽക്കളി, പരിചയക്കളി, ഉലക്കമുട്ട് പോലെയുള്ള കലാരൂപങ്ങൾ നിലവിലുണ്ട്. ഈ ദോലിപ്പാട്ട് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ നിന്നും ആണ് ദ്വീപിലേക്ക് വന്നത് എന്ന് ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. ഒരുപക്ഷെ അത് ദ്വീപിൽ നിന്ന് അങ്ങോട്ട് പോയതാവാനും സാധ്യതയുണ്ട്. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു നിന്നാണ് ദ്വീപിലേക്ക് വന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എല്ലാവരും കാര്യങ്ങളെ സമീപിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ റാത്തീവുമായിട്ട് ബന്ധപ്പെട്ട് ഗവേഷണം നടത്തിയ ചില വ്യക്തികൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. റാത്തീവുകൾ, അതായത് ഖാദിരിയ, റിഫായ, റാത്തീവുകളെല്ലാം ദ്വീപിൽ നിന്നാണ് കേരളത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് അതിൻ്റെ വിദഗ്ധന്മാരായ ആൾക്കാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല റാത്തീവിന് ഉപയോഗിക്കുന്ന ദഫും ലക്ഷദ്വീപിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ദോലിപ്പാട്ടും ഇവിടെ നിന്ന് കായൽ പട്ടണത്തിലേക്ക് പോയതാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ദ്വീപിൽ നിന്ന് സ്വയം ഉണ്ടായ ചില കലാരൂപങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകളുടെ ആട്ടം. അത് ഗിൽത്താൻ, ചെത്ലാത്ത് ദ്വീപുകളിലൊക്കെ ഉണ്ടായിരുന്നത്. ഗിൽത്താൻ ദ്വീപാണ് അതിൻ്റെ ഉറവിടം എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. പിന്നെ ആണുങ്ങളുടെ ഒരു ആട്ടം, കോൽക്കളി, പരിചയക്കളിയൊക്കെ നടത്തുന്നത് പോലെയുള്ള ഒരു തരം ആട്ടം, അത് ഇന്ന് നിർജീവതയുടെ ഒരു അവസ്ഥയിലാണുള്ളത്. അത് ഈ അടുത്ത കാലത്ത് കൂടുതലായി അത് ആരും കളിച്ചു വരാത്തത് കൊണ്ടാണ് അതങ്ങനെ ഒരു വിസ്മൃതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള 1-2 കലാരൂപങ്ങളാണ് ദ്വീപിൻ്റെ സ്വന്തം. പിന്നെ കാറ്റുപുളിപ്പാട്ടും ദ്വീപിൻ്റെ സാഹചര്യത്തിൽ മാത്രം രൂപം കൊണ്ട ഒരു കലാരൂപമാണ്. ഇതാണ് ദ്വീപിൻ്റെ സ്വന്തം കല എന്ന് പറയുവാൻ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കലാരൂപങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സർക്കാർ നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. അവര് റിപ്പബ്ലിക് ഡേ പോലെയുള്ള ദേശീയ പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ അത് അവതരിപ്പിക്കുവാനുള്ള ചില അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതിൽ കവിഞ്ഞ് ആ കലാരൂപം വീണ്ടും പുതിയ തലമുറയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനോ അതിന് ഗവേഷണം നടത്തുവാനോ അതിലെ ലക്ഷദ്വീപിന് പുറത്തേക്ക് കൂടി അതിനെ പ്രചരിപ്പിക്കുന്നതിനോ വേണ്ടിയോ
അങ്ങനെയുള്ള ഒരു പരിശ്രമവും ലക്ഷദ്വീപ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സാഹിത്യ മേഖലയിൽ താങ്കളുടെ ഒരു കടന്നുവരവും താങ്കൾ നടത്തിയിട്ടുള്ള ഇടപെടലുകളും എന്തൊക്കെയാണെന്ന് ഒന്ന് വിവരിക്കാമോ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള മേഖലകളിലൊന്നും യാതൊരു കഴിവും പ്രകടിപ്പിക്കാതെ യാതൊരു ഇടപെടലും നടത്തുവാൻ ഒരു ശേഷിയില്ലാത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എനിക്ക് എന്നെ കുറേ ആൾക്കാരെല്ലാം നിർബന്ധിച്ച് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ നിയമിക്കുന്നത്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം തലയിൽ വെച്ച് തന്നപ്പോൾ അതിനനുസരിച്ച് എനിക്ക് പിന്നെ പ്രവർത്തിക്കണം. ആ പ്രവർത്തനമാണ് എൻ്റെ വ്യക്തിത്വത്തെ മാറ്റിയെടുത്തത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ ലക്ഷദ്വീപ് ഘടകത്തിൻ്റെ പത്രത്തിൽ ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ വാർത്തകളും ലേഖനങ്ങളും ഒക്കെ എഴുതി കൊടുക്കുമായിരുന്നു. അതോടൊപ്പം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മറ്റു പൊതുവിഷയങ്ങൾ, ലക്ഷദ്വീപ് സംസ്കാരവും ചരിത്രവും ഒക്കെയായി ബന്ധപ്പെട്ട പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചെറിയ ചെറിയ ലേഖനങ്ങളും ഞാനത് എഴുതി പ്രസിദ്ധീകരിച്ചു വന്നു. അതാണ് എൻ്റെ സാഹിത്യ മേഖലയിലേക്ക് എന്നെ വഴിതിരിച്ചു വിട്ട ഒരു സംഭവമായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ മുൻകൈയെടുത്ത് രാജീവ് ഗാന്ധി മെമ്മോറിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചു. അതിൻ്റെ ബാനറിൽ രൂപീകരിച്ച് ഒരു വർഷത്തിന് ശേഷം ഒരു കയ്യെഴുത്ത് മാസിക ആരംഭിച്ചു. അതിന് കമ്മിറ്റിയൊക്കെ കടലാസിലുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ ജോലിയും ഞാൻ സ്വയം ആയിരുന്നു ചെയ്യേണ്ടി വന്നിരുന്നത്. അപ്പോൾ അതിന് ജസ്സരി കയ്യെഴുത്ത് മാസിക എന്ന പേരിലായിരുന്നു അത് തുടങ്ങിയത്. അത് 2 വർഷത്തോളം അത് തുടർച്ചയായി നടത്തിക്കൊണ്ടുപോയി 10-20 ലക്കങ്ങളൊക്കെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു. 2 സോവനീറുകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. പിന്നീട് അതിനുശേഷം നിരന്തരം എഴുത്ത് ഇങ്ങനെ തുടരുകയായിരുന്നു. ദ്വീപിൽ നിന്നും ഇറങ്ങുന്ന വാർഷിക പതിപ്പുകൾ, ഇതുപോലെയുള്ള പത്രങ്ങൾ, അതിലെല്ലാം കിട്ടാവുന്ന അവസരങ്ങളെല്ലാം ഇങ്ങനെ എഴുത്ത് തുറന്നു. പിന്നീട് അതെല്ലാം ക്രോഡീകരിച്ച് പുസ്തകങ്ങളാക്കാൻ പിന്നെയും ഒരുപാട് വർഷങ്ങൾ കാത്തിരുന്നു. പിന്നെ പുസ്തകങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്ക് ഗിൽത്താൻ ദ്വീപ് കേന്ദ്രീകൃതമായി ചെറിയ പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ പിന്നെ ഒരു ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തക സംഘം എന്ന പേരിൽ ഒരു സാഹിത്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു അതാണ് ലക്ഷദ്വീപിലാകെ സാഹിത്യത്തിന് വേണ്ടി രൂപപ്പെട്ട ഒരു സംഘടന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെയാണ്. സാഹിത്യത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുവാൻ വേണ്ടി പൊതുജനങ്ങളിൽ നിന്നുണ്ടായ ഒരേ ഒരു സംഘടന ലക്ഷദ്വീപ് സാഹിത്യ പ്രവർത്തക സംഘമാണ്. ഇവിടെ നിന്നാണ് രൂപപ്പെട്ടത്. പിന്നെ ഞങ്ങൾ സാഹിത്യ പ്രവർത്തക സംഘം രൂപീകരിച്ച് അതിൻ്റെ 1-ാമത്തെ ഒരു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അതിന് ഒരു കണ്ണാടിപ്പാത്ത് എന്ന പേരിൽ ഒരു സാംസ്കാരിക മാസിക പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതും കുറേ വർഷത്തേക്ക് നീണ്ടു വന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ലക്കങ്ങൾ പ്രസിദ്ധീകരിച്ചു. ഒരുപാട് സാഹിത്യകാരം എഴുതുവാൻ വാസനയുള്ള പലരെയും പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. അതും കുറേ വർഷങ്ങൾക്ക് ശേഷം അതും നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം ലക്ഷദ്വീപിൽ ഇല്ലാത്തത് കൊണ്ട്, വായനക്കാരില്ലാത്തത് കൊണ്ട്, അതിന് സർക്കുലേഷന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, സാമ്പത്തികമായി പ്രതിസന്ധി ഉള്ളത് കൊണ്ട് അത് തുറന്നു പോകാൻ സാധിക്കാതെ അത് നിലച്ചുപോയി. എന്നിരുന്നാൽ തന്നെയും ഈ കാലത്തിനിടയ്ക്ക് ലക്ഷദ്വീപിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങൾക്ക് വർഷം തോറും അവാർഡ് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ 5-6 വ്യക്തികൾക്ക് ഞങ്ങൾ ലക്ഷദ്വീപ് സാഹിത്യ പുരസ്കാരം എന്ന പേരിൽ പുരസ്കാരം കൊടുത്തു അവരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇന്ന് ഇപ്പോൾ സാഹചര്യങ്ങളുടെ ഈ പ്രതികൂല അവസ്ഥ കാരണം സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ പ്രവർത്തനവും ഈ അടുത്ത കാലത്തായി ശോഷിച്ചു പോയിട്ടുണ്ട്. അത് ഇനിയും ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. വീണ്ടും അതൊക്കെ നമുക്കൊന്ന് ഉയർത്തിക്കൊണ്ട് സാഹിത്യ മേഖല എന്ന് പറയുന്നത് വലിയൊരു സമുദ്ര സമാനമായ ഒരു മേഖലയാണല്ലോ. അതിൽ അങ്ങനെ നമ്മുടെ എഴുതാൻ വാസനയുള്ള വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതാത് സംസ്ഥാനങ്ങളെ കുറിച്ചാണ് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചോ നമ്മുടെ ഭൂപ്രദേശത്തെക്കുറിച്ചോ പഠിക്കുന്നു. അപ്പോൾ അത്തരം ഒരു കരിക്കുലം നേരത്തെ ഒരു ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ഒരു പ്രമേയം തന്നെ നമ്മുടെ ദ്വീപിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പുതിയൊരു ഇത് ഞങ്ങളെയൊക്കെ ഒരുപാട് കാലങ്ങളായി അലട്ടുന്ന ഒരു വിഷയമാണിത്. ഒരുപാട് നിവേദനങ്ങളും ഇടപെടലുകളും ഞങ്ങളിതിനു വേണ്ടി നടത്തി. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഇതുവരെ വിദ്യാഭ്യാസം നേടിയ ആൾക്കാർക്ക് പോലും ദ്വീപിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയത് അതുകൊണ്ടാണ്.
അവർക്ക് ദ്വീപിനെ പറ്റി ഒന്നും അറിയില്ല. ദ്വീപിനെ പറ്റി ഒന്നും അറിയാത്ത ഏതൊരു ഭരണാധികാരിയായാലും ഏതൊരു വകുപ്പ് തലവനായാലും അവർ ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികൾക്കും അതിന്റെ ന്യൂനത ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അത് മാറണമെങ്കിൽ ദ്വീപിനെ കുറിച്ച് പഠിക്കണം. അത് ഇപ്പോൾ ഒരു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കിയാൽ, ദ്വീപിലെ കടൽ, അതിന്റെ അവസ്ഥ, കാലാവസ്ഥ, ഇവിടുത്തെ യാത്രക്കാരുടെ മൂവ്മെന്റുകൾ, ചരക്ക് ഗതാഗതത്തിന്റെ മൂവ്മെന്റുകൾ, ഇതൊന്നും അറിയാതെയും മനസ്സിലാക്കാതെയും ആവിഷ്കരിക്കുന്ന ഏത് കപ്പൽ പ്രോഗ്രാമും അതിന്റെ വികസനവും തുറമുഖ വികസനവും എല്ലാം പരാജയപ്പെടും. ആദ്യം അത് മനസ്സിലാക്കിയിട്ട് വേണം. അതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് കാണുന്നത് മുഴുവനും പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ പരാജയമാണ്. അതില്ലാതിരിക്കണമെങ്കിൽ ആദ്യം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ. മറ്റൊരു കാര്യം, ഇപ്പൊ കപ്പൽ പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം നമ്മൾ ആരായണം. അതായത് ഇപ്പൊ കിൽത്താൻ ദ്വീപിലേക്ക് കപ്പലിന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ അഭിപ്രായം ആദ്യമായിട്ട് ആരായേണ്ടത് അവിടുത്തെ ബന്ധപ്പെട്ട പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ഇൻചാർജിനോടാണ്. അത് പോർട്ട് അസിസ്റ്റന്റിനോടാണ് ആദ്യമായിട്ട് അതിന്റെ അഭിപ്രായം. നിങ്ങളുടെ ദ്വീപിലേക്ക് ഒരു മാസം എത്ര കപ്പൽ വന്നാൽ നിങ്ങളുടെ പ്രോബ്ലം തീരും, ഒരു മാസം എത്ര ചരക്ക് കപ്പൽ വന്നാൽ നിങ്ങളുടെ ഇവിടുത്തെ കാർഗോ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും, അതൊക്കെ അവരോട് ചോദിച്ചിട്ട് വേണം. ഇവിടെ ഇത്ര കാലവും കപ്പൽ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരാരും ഓരോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് പോർട്ട് അസിസ്റ്റന്റിനോട് യാതൊരു അഭിപ്രായം ചോദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പോകുന്നത്. ഇപ്പൊ ലക്ഷദ്വീപിന്റെ പരിസ്ഥിതി, ചരിത്രം, സംസ്കാരം, ഇത്തരം കാര്യങ്ങൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് വളരെ താമസിച്ചു പോയെന്നാണ് പറയുവാനുള്ളത്. ഇനിയും നമുക്കതിന് സാധ്യതകൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു പാഠ്യപദ്ധതിയിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന ഈ ഒരു ദേശത്തെ കുറിച്ച് പഠിക്കാൻ സാധിക്കണം. അത് തന്നെയാണല്ലോ നമുക്ക് ആവശ്യം. അതെ, തീർച്ചയായും. അതിന് മറ്റൊരു പ്രശ്നം കൂടിയുള്ളത്, ഇന്ന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന അധ്യാപകന്മാരെ, അക്കാഡമിക് സൈഡ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കെല്ലാം ഈ ലക്ഷദ്വീപിന്റെ കരിക്കുലം എന്ന് പറയുന്നതിനൊരു പുച്ഛ മനോഭാവമാണുള്ളത്. അവർ പറയുന്നത് ദ്വീപിനെ കുറിച്ച് പഠിപ്പിക്കുവാൻ യാതൊന്നും കിട്ടുകയില്ല എന്നാണ് അവർ പറയുന്നത്. അതിനകത്തൊരു കോംപ്ലക്സ് ഉണ്ട്. അക്കാഡമിക് സൈഡ് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിൽ ചിലൊരു കോംപ്ലക്സ് ഉണ്ട്. അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ദ്വീപിൽ നിന്നിറങ്ങുന്ന പുസ്തകങ്ങളിൽ നിന്നുള്ള ചാപ്റ്ററുകൾ എടുത്താണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കേണ്ടി വരിക എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ എടുക്കപ്പെടുകയാണെങ്കിൽ കിൽത്താൻ ദ്വീപിലെ വാഹിറിൻ്റെയും ഇസ്മായിലിൻ്റെയും ഒക്കെ പുസ്തകങ്ങളിലെ പഠിപ്പിക്കേണ്ടി വരിക എന്നുള്ള ഒരു മാനസികമായ ഒരു ഇതാണ് അവരെ അതിനെ എതിർക്കാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ സ്റ്റേറ്റിലേക്കും അവരുടെ പ്രാദേശികമായ പാഠപുസ്തകങ്ങൾ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഫണ്ട് നൽകുകയുണ്ടായി. നമ്മുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അത് നമുക്ക് പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് അത് തിരിച്ചയക്കുകയാണ് ചെയ്തത്. പിന്നെ പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ആശയമാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് തീരുമാനിക്കുക. അതിന് അനുയോജ്യമായ പാഠങ്ങൾ, അതിന് എക്സ്പെർട്ട് അക്കാദമിക് ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളെ കൊണ്ട് തയ്യാറാക്കി ഇത്തരം കാര്യങ്ങളാണ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ എൻ്റെയോ ഇസ്മത്തിൻ്റെയോ പുസ്തകങ്ങളിലുള്ള ചാപ്റ്ററുകൾ അതേപടിയല്ല അതിനെ ഉൾപ്പെടുത്തേണ്ടി വരിക. ഈ കാര്യം പോലും അറിയാത്തവരാണ് നമ്മുടെ ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അക്കാദമിക് വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാലോ, നമുക്കിപ്പോ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് അത് പഠിക്കുകയും അത്തരം ഈ ബൃഹത്തായ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് തന്നെ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതേപോലെ ഒരു കമ്മിറ്റിയെ നിയമിക്കുക, പ്രാഗൽഭ്യമുള്ള ആൾക്കാരെ വെച്ചിട്ട് ഒരു കമ്മിറ്റിയെ നിയമിക്കുക, അവരിതിനെക്കുറിച്ച് പഠിക്കുക, ഒരു പാഠപുസ്തകം തയ്യാറാക്കുക, ഒരു കരിക്കുലം തയ്യാറാക്കുക. അത് വലിയൊരു കാര്യമല്ലല്ലോ ഇന്നത്തെ കാലത്ത്. ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ആൾക്കാർ മനസ്സിലുള്ളത് അവരുടെ ചുറ്റുവട്ടത്തിലുള്ള വ്യക്തികളിലേക്ക് നോക്കുക, ഇതിൽ നിന്ന് ആരെയാണ് ഈ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ള ചിന്തയാണ് അവരെ നയിക്കുന്നത്. അങ്ങനെയല്ല, അത് എവിടെയാണ് അത്തരം വ്യക്തികളുള്ളത്, ഇതിന് അനുയോജ്യമായ വ്യക്തികൾ എവിടെ നിന്ന് നമുക്ക് കിട്ടും, അവിടെയാണ് അവരെ അന്വേഷിച്ച് കണ്ടെത്തി അവരെയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ മാനസികമായ ഒരു ലിമിറ്റഡ് ഏരിയയിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള താളഭംഗങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ലക്ഷദ്വീപിന്റെ ഇന്നത്തെ ഒരു സാഹചര്യം, ലക്ഷദ്വീപിൽ പുതിയൊരു അഡ്മിനിസ്ട്രേറ്റർ കടന്നു വരുന്നു, ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നു, ജനജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകളൊക്കെ സൃഷ്ടിക്കുന്ന ഈ ഒരു അവസരത്തിൽ താങ്കൾ പണ്ട് യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ മുൻനിര പ്രവർത്തകനായി പണ്ട് നടന്നു. ഇന്ന് താങ്കൾ സജീവ രാഷ്ട്രീയത്തിലില്ല. എന്നിരുന്നാലും താങ്കൾക്ക് എങ്ങനെയായിരിക്കും ഇന്ന് ലക്ഷദ്വീപ് നേരിടുന്ന ഈ ഒരു വിഷയങ്ങളിൽ നിന്ന് ഒരു പരിഹാരം ഏത് രീതിയിൽ കാണാനാവും താങ്കളുടെ അഭിപ്രായം? സാധാരണ നിലയിൽ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക.
അത് ഇവിടെ മാറി മാറി വന്ന എല്ലാ അഡ്മിനിസ്ട്രേറ്റർമാരും അവർ മറ്റ് വ്യക്തിപരമായി അവർ എല്ലാവർക്കും എന്തെങ്കിലും ന്യൂനതകളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും അതിനപ്പുറത്തേക്ക് അവർ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഒരു ഉന്നമനം ലക്ഷ്യം വെച്ചായിരുന്നു അവരെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ഒരു സർക്കാരിൻ്റെ രീതിയും അങ്ങനെയാണ്. സർക്കാർ എന്ന് പറയുന്നത് ഫോർ ദ പീപ്പിൾ എന്ന ഒരു കൺസെപ്റ്റിലാണ് ഗവൺമെൻറ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ മറിച്ച് നമുക്ക് ഗവൺമെൻറ് എന്ന് പറയുവാൻ ശരിക്കും ലക്ഷദ്വീപ് ഗവൺമെൻറ് എന്ന് പറയുവാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരാൾ തൻ്റെ ഇഷ്ടപ്രകാരം ഭരിക്കുന്ന ഒരു പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇത്ര വരെയുള്ള കാലത്ത് നടന്നത് കേന്ദ്ര ഗവൺമെൻറ് ലക്ഷദ്വീപിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സീനിയർ IAS ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ ഇങ്ങോട്ട് നിയമിക്കുകയായിരുന്നു പതിവ്. അവർക്ക് സർക്കാരിൻ്റെ ചട്ടക്കൂട്ടിനകത്ത് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു. അവരുടെ സർവീസ് റോൾ, അവരുടെ റൂളിംഗ് പാർട്ടിയുടെ താല്പര്യങ്ങൾ, അങ്ങനെ പിന്നെ ഒരു ജനാധിപത്യം പോലെയുള്ള സംവിധാനങ്ങളോട് ഉള്ള ഒരു അഭിരുചി, അതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. നേരെ മറിച്ച് ഇന്ന് ലക്ഷദ്വീപിലേക്ക് നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു മാനുഷികമായ പരിഗണന ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് നൽകാതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്നെ വ്യാകുലപ്പെടുത്തുന്നത്. അദ്ദേഹം ഇവിടെ ആവിഷ്കരിച്ച ഒരു പദ്ധതിയും ഒരു പരിപാടിയും ലക്ഷദ്വീപിൽ 100% വരുന്ന ജനങ്ങൾക്ക് ഹിതകരമായതല്ല എന്നാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കേന്ദ്രഭരണ പ്രദേശമായി മാറിയത് മുതൽ ഇന്നോളം നാം അനുഭവിച്ചു വന്ന സുഖവും സന്തോഷവും സുരക്ഷിതത്വവും നമ്മുടെ സമാധാനവുമെല്ലാം കഴിഞ്ഞ 2-3 വർഷക്കാലമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദുരന്തത്തിൽ നിന്നും കരകയറാൻ നമുക്ക് കൂട്ടായ പ്രതിഷേധം തീർത്തേ മതിയാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, അത് കോൺഗ്രസ് ആയാലും NCP ആയാലും BJP ആയാലും എല്ലാവരും അതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. ലക്ഷദ്വീപ് ഇതുപോലെ നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ ലക്ഷദ്വീപിലെ കോൺഗ്രസും ലക്ഷദ്വീപിലെ NCPയും ലക്ഷദ്വീപിലെ BJPയും എല്ലാം ഇവിടെ ഉണ്ടാകൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമെങ്കിലും അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ പരസ്പരം കുറ്റം പറഞ്ഞ് ഒരു വിവരമോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത അപരിഷ്കൃതരായ ഒരു ജനങ്ങളെപ്പോലെയാണ് ലക്ഷദ്വീപിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു പോകുന്നത് എന്ന് കാണുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു വസ്തുതയാണത്. ഇന്നത്തെ ഈ പ്രതിസന്ധി കാലത്ത് നാം നേരിടുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും, എങ്ങനെ അതിന് നിയമപരമായി രാഷ്ട്രീയപരമായി എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിനെക്കുറിച്ചെല്ലാം അവഗാഹമുള്ള വ്യക്തികൾ ദ്വീപിൽ വളരെ ചുരുക്കമാണ്. നിയമമേഖലയിൽ പ്രവർത്തിക്കുന്ന വക്കീലന്മാരായാലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായാലും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളായാലുമെല്ലാം അവരുടെ അറിവും അവരുടെ കാഴ്ചപ്പാടുമെല്ലാം മറ്റ് സമൂഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ തുലവും പരിമിതമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് അയൽവക്കത്ത് നിൽക്കുന്ന അയൽ സംസ്ഥാനങ്ങൾ നമുക്ക് എല്ലാവിധ പിന്തുണയും തരുവാൻ എപ്പോഴും സദാ തയ്യാറായി നിൽക്കുമ്പോൾ അവരുടെ വിദഗ്ധമായ അഭിപ്രായങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും തേടി വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്തായാലും നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ പുതിയ രാഷ്ട്രീയ സമൂഹം അത് വിലയിരുത്തണം എന്ന് തന്നെയാണ് താങ്കൾ പറയുന്നത്. അതേപോലെ കേരളവുമായിട്ടുള്ള ആ ഒരു ബന്ധം, നമുക്ക് എന്ത് വന്നാലും കേരളം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിലാണല്ലോ നമ്മൾ, ആ ഒരു വിശ്വാസത്തിലാണ്. അപ്പൊ അവരുമായിട്ടൊക്കെ സംയോജിച്ചുകൊണ്ട് ഒരു പ്രതിരോധവും തീർത്തുകൊണ്ട് നമുക്ക് ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് വരും നാളുകളിൽ ലക്ഷദ്വീപിന്റെ സാഹിത്യ മേഖല ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതേപോലെ നമ്മുടെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വരും തലമുറയെങ്കിലും ലക്ഷദ്വീപിന്റെ ചരിത്രം, അവർ ജനിച്ചു വളർന്ന ഈ കടലിന്റെയും മണ്ണിന്റെയും ഒക്കെ ചരിത്രം അവരൊന്ന് പാഠപുസ്തകത്തിലൂടെ പഠിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം. എന്തെങ്കിലും അത് പുലരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും താങ്കളെ പോലെയുള്ളവർ ഇനിയും ഇതിനു വേണ്ടിയൊക്കെ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും താങ്കളുടെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും ഞങ്ങൾക്ക് വേണ്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ, താങ്കളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി. നമസ്കാരം. നന്ദി.